ഹലോ. ഇന്ത്യക്ക് 2 തവണ UN രക്ഷാസമിതിയിൽ സ്ഥിരാംഗത്വം വാഗ്ദാനം ചെയ്യപ്പെട്ടു. 1950-ലും 1955-ലും. 1950-ൽ അമേരിക്ക ഇന്ത്യയോട് ചോദിച്ചു, ചൈനയ്ക്ക് പകരം നിങ്ങളെ രക്ഷാസമിതിയിൽ അംഗമാക്കട്ടെ എന്ന്. അപ്പോൾ ഇന്ത്യ പറഞ്ഞു, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു പറഞ്ഞു, വേണ്ട. 1955-ൽ റഷ്യൻ പ്രധാനമന്ത്രിയായിരുന്ന നിക്കോളായ് ബുൾഗാനിൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോട് ചോദിച്ചു, UN രക്ഷാസമിതിയിൽ 6ാമത്തെ അംഗമായി നിങ്ങളെ ചേർക്കട്ടെ, UN രക്ഷാസമിതിയിലെ 6ാമത്തെ സ്ഥിരാംഗമായിട്ട് നിങ്ങളെ ചേർക്കട്ടെ. അന്നും നെഹ്റു പറഞ്ഞു, വേണ്ട. അഹങ്കാരം കൊണ്ടാണോ വിനയം കൊണ്ടാണോ, അതോ ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടേയില്ലേ? അഥവാ 2 തവണയും വാഗ്ദാനങ്ങൾ, UN രക്ഷാസമിതിയിലെ സ്ഥിരാംഗത്വം എന്ന വാഗ്ദാനങ്ങൾ നമ്മൾ വേണ്ട എന്ന് വെച്ചുവെങ്കിൽ അതിനുള്ള കാരണം എന്താണ്? എല്ലാം നമുക്കൊന്ന് പരിശോധിക്കാം. പക്ഷേ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നല്ലതായിരിക്കും. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനാണ് എനിക്ക് മുന്നോട്ട് പോകുന്നതിനുള്ള പ്രചോദനം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യക്ക് രക്ഷാസമിതിയിൽ, UN രക്ഷാസമിതിയിൽ സ്ഥിരാംഗത്വം വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് റിജക്റ്റ് ചെയ്യാൻ, അത് വേണ്ടെന്ന് വെക്കാനുള്ള കാരണം എന്താണ് തുടങ്ങിയതൊക്കെയാണ്. UN രക്ഷാസമിതി 1945-ൽ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് രൂപവൽക്കരിക്കപ്പെടുന്നത്. 2ാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ച രാജ്യങ്ങൾ ചേർന്നാണ് UN രക്ഷാസമിതി, UN സെക്യൂരിറ്റി കൗൺസിൽ ഫോം ചെയ്തത്. അന്നത്തെ ആ സമിതിയിൽ, രക്ഷാസമിതിയിൽ അംഗങ്ങളായിരുന്നത് USA, UK, ഫ്രാൻസ്, USSR, ചൈന, റിപ്പബ്ലിക് ഓഫ് ചൈന എന്നിവരായിരുന്നു. അതായത് 1945-ൽ രക്ഷാസമിതി ഫോം ചെയ്തപ്പോൾ തന്നെ, രൂപീകരിച്ചപ്പോൾ തന്നെ റിപ്പബ്ലിക് ഓഫ് ചൈന അതിൽ അംഗമായിരുന്നു. അന്ന് ഫോം ചെയ്യുമ്പോൾ ചൈന അംഗമായിരുന്നത് പ്രശ്നമല്ലായിരുന്ന USA അല്ലെങ്കിൽ അമേരിക്ക എന്തുകൊണ്ടായിരിക്കണം 1950-ൽ ഇന്ത്യക്ക് ഇങ്ങനൊരു വാഗ്ദാനം തന്നത്? 1945-നും 50-നും ഇടയ്ക്ക് അങ്ങനെ എന്താണ് സംഭവിച്ചത്? അതിൽ സുപ്രധാനമായ കാര്യം 1927-ൽ തുടങ്ങിയ സിവിൽ വാർ, ചൈനയിലെ സിവിൽ വാർ 1949-ൽ അവസാനിച്ചു. സിവിൽ വാർ നടന്നിരുന്നത് കുവോമിന്താങ് എന്ന നാഷണലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും തമ്മിലായിരുന്നു. 1949-ൽ മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ നടന്ന ലോങ് മാർച്ചോടുകൂടി കമ്മ്യൂണിസ്റ്റുകൾ കുവോമിന്താങ്ങിനെ, നാഷണലിസ്റ്റുകളെ പരാജയപ്പെടുത്തി റിപ്പബ്ലിക് ഓഫ് ചൈന പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ആയി മാറി. അതായത് 1949-ൽ കമ്മ്യൂണിസ്റ്റുകൾ ചൈനയുടെ ഭരണം പിടിച്ചെടുത്തു. റിപ്പബ്ലിക് ഓഫ് ചൈനയിലെ ഒഫീഷ്യൽസ്, ഗവൺമെൻറ്റുകൾ തായ്വാൻ, ഇന്നത്തെ തായ്വാനിലേക്ക് മാറി അതിനെ റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന് വിളിച്ചു. 1949-ൽ ഇങ്ങനൊരു പ്രധാന സംഭവം നടന്നു. 1950-ൽ കൊറിയമാർ തമ്മിൽ യുദ്ധമായി. ഇന്ന് നടക്കുന്നത് പോലെ തന്നെ അന്ന് ദക്ഷിണ കൊറിയ, ഉത്തര കൊറിയ യുദ്ധം തുടങ്ങി. അതിൽ ദക്ഷിണ കൊറിയയെ USA സപ്പോർട്ട് ചെയ്തു, ഉത്തര കൊറിയയെ ചൈന സപ്പോർട്ട് ചെയ്തു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ 2 കാര്യങ്ങൾ സംഭവിച്ചു. അതായത് അമേരിക്കയ്ക്ക് മനസ്സിലായി ചൈന തങ്ങളോടൊപ്പമല്ല, തങ്ങളുടെ എതിർപക്ഷത്താണ് പലപ്പോഴും എന്ന്. അമേരിക്ക മുതലാളിത്ത രാജ്യമാണ്, പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന കമ്മ്യൂണിസ്റ്റ് രാജ്യമായി. ഓഫ് കോഴ്സ് അന്ന് റിപ്പബ്ലിക് ഓഫ് ചൈന അഥവാ തായ്വാനായിരുന്നു ഭരണത്തിൽ, തായ്വാനായിരുന്നു രക്ഷാസമിതിയിൽ അംഗം. എന്നാൽ പിന്നീട് എപ്പോഴെങ്കിലും പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ആ സ്ഥാനം ഏറ്റെടുക്കും, അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് എത്തുമെന്ന് USAക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും ചൈനയെ മാറ്റിയിട്ട് രക്ഷാസമിതിയിൽ ഇന്ത്യയെ അംഗമാക്കുക എന്നതാണ് USAയുടെ ലക്ഷ്യമെന്ന്, അല്ലെങ്കിൽ USA അങ്ങനെ ചെയ്യുമെന്ന്. അങ്ങനെ USAക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം USAയുടെ അമ്മായിയപ്പൻ്റെ കടയിൽ ഫ്രീ ആയിട്ട് വെച്ചേക്കുന്ന സാധനമല്ല UN രക്ഷാസമിതി സ്ഥിരാംഗത്വം എന്നത്. UN രക്ഷാസമിതിയിൽ സ്ഥിരാംഗമാകണമെങ്കിൽ ആദ്യം UN ചാർട്ടർ അമെൻഡ് ചെയ്യണം, UN ചാർട്ടർ തിരുത്തണം. പിന്നെ UN ജനറൽ അസംബ്ലിയിൽ 2/3 ഭൂരിപക്ഷം നേടണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് UN രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ആരെങ്കിലും വീറ്റോ ചെയ്ത് കഴിഞ്ഞാൽ അത് നടപ്പിലാവില്ല. റിപ്പബ്ലിക് ഓഫ് ചൈന ഓൾറെഡി ആ ഗ്രൂപ്പിലെ മെമ്പറാണ്, രക്ഷാസമിതിയിലെ അംഗമാണ്. അവർ വീറ്റോ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ മെമ്പർ ആവില്ല.
അഥവാ അവർ വീറ്റോ ചെയ്തിരുന്നില്ല എന്നിരിക്കട്ടെ, അമേരിക്ക പുതിയൊരു രാജ്യത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, അതിലുള്ള റിപ്പബ്ലിക് ഓഫ് ചൈനയെ മാറ്റി ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അന്നത്തെ നിലയ്ക്ക് USSR തന്നെ അതിനെ വീറ്റോ ചെയ്യും. അപ്പോൾ ഇന്ത്യ രക്ഷാസമിതിയിൽ അംഗം ആകില്ലായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ആകണമെന്ന് അമേരിക്കയ്ക്ക് നിർബന്ധമൊന്നുമില്ലായിരുന്നു. അമേരിക്കയുടെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു. ചൈനയുടെ അയൽക്കാരായ ഇന്ത്യയും ചൈനയും തമ്മിലൊരു അസ്വാരസ്യം ഉണ്ടായാൽ, ഫ്രിക്ഷൻ ഉണ്ടായാൽ അത് ചൈനയെ അലോസരപ്പെടുത്തും, അത് USA ഗുണകരമാണ്. ചൈന എന്നും ഒരു അൺസ്റ്റേബിൾ കണ്ടീഷനിലായിരിക്കും എന്നതാണ് യാഥാർത്ഥ്യം. ചൈനയ്ക്ക് ചെറിയൊരു പണി ഇരിക്കട്ടെ എന്ന ചിന്തയിലായിരിക്കണം USA ഇങ്ങനൊരു ഓഫർ തന്നത്. എന്നാൽ നെഹ്റു അതിന് മറുപടി പറഞ്ഞത്, ഇറ്റ് വുഡ് ബി എ ക്ലിയർ അഫ്രണ്ട് ടു ചൈന. ഇന്ത്യ ഈസ് എൻറ്റൈറ്റിൽഡ് ടു ദിസ് പൊസിഷൻ, ദിസ് പോസ്റ്റ്, ബട്ട് നോട്ട് അറ്റ് ദ കോസ്റ്റ് ഓഫ് ചൈന. നമ്മൾ ഈ വാഗ്ദാനം സ്വീകരിക്കുന്നത് ചൈനയെ ഡയറക്റ്റ്ലി ഒപ്പോസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എതിർക്കുന്നതിന് തുല്യമായിരിക്കും. ഇന്ത്യ ഈ പദവിക്ക് അർഹരാണ്, ഈ സ്ഥാനത്തിന് അർഹരാണ്, എന്നാൽ അത് ചൈനയെ മാറ്റിയിട്ടല്ല, അല്ലാതെ തന്നെ ആയിരിക്കണം. ഇതാണ് നെഹ്റു മറുപടിയായിട്ട് പറഞ്ഞത്. നെഹ്റു ചൈനയെ വളരെയധികം മാനിച്ചിരുന്നു. ഹിന്ദി ചീനി ഭായ് ഭായ് എന്ന് കരുതിയിരുന്നു. ആ ഹിന്ദി ചീനി ഭായ് ഭായിയുടെ ചതിയാണ് നെഹ്റുവിൻ്റെ 1964 മരണത്തിലേക്ക് നയിച്ചതെന്നും പറയപ്പെടുന്നു. 1962 ഇന്ത്യ സൈനികമായി ഒട്ടും റെഡിയല്ലായിരുന്ന സമയത്താണ് ചൈന ഇന്ത്യയെ ആക്രമിച്ചതും ഇന്ത്യയെ അമ്പെ പരാജയപ്പെടുത്തിയതും. എന്തായാലും ഹിന്ദി ചീനി ഭായ് ഭായ് എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടും കൂടി ആയിരിക്കണം അദ്ദേഹം ഈ ചൈനയെ മാറ്റി നമുക്ക് രക്ഷാസമിതിയിൽ അംഗമാകാം എന്നുള്ളൊരു ഓഫർ സ്വീകരിക്കാതിരുന്നത്. എന്നാലും സ്വീകരിച്ചിരുന്നെങ്കിലും അന്ന് അംഗമാകുമായിരുന്നില്ല എന്നത് യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ ഓഫർ വന്നത് 1955 റഷ്യൻ പ്രധാനമന്ത്രി ആയിരുന്ന നിക്കോളായ് ബുൽഗാനിനാണ് അന്ന് ഓഫർ തന്നത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ രക്ഷാസമിതിയിലെ 6ാമത്തെ സ്ഥിരം അംഗമായിട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്ക് അങ്ങനെ സ്ഥിരാംഗമാകാനൊരു ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ സ്ഥിരാംഗമാകാനുള്ള ശ്രമം ഞങ്ങൾ നടത്താം. അതിനും നെഹ്റു മറുപടി പറഞ്ഞു, ഇപ്പോൾ അതിന് സമയമായില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതിനുള്ള സന്ദർഭം വരുമ്പോൾ നമുക്ക് നോക്കാം. ഇതിന് മറുപടിയായി ബുൽഗാനിൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടി മാത്രം ചോദിച്ചതാണ്, അതിന് സമയമായിട്ടില്ല എന്നാണ് എനിക്കും തോന്നുന്നത്. ഇതാണ് അവർ തമ്മിൽ നടന്ന സംഭാഷണം. ഇവിടെ മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, നെഹ്റു ഈ സംഭാഷണത്തെ മനസ്സിലാക്കിയത് റഷ്യൻ പ്രധാനമന്ത്രിയായിരുന്ന ബുൽഗാനിൻ പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സ് മനസ്സിലാക്കാനുള്ളൊരു ശ്രമം മാത്രമായിട്ടാണ് നെഹ്റു കരുതിയത്. രണ്ടാമത്, മറ്റൊരു ആംഗിളിൽ നിന്ന് നമ്മൾ ചിന്തിച്ചാൽ ബുൽഗാനിൻ്റെ മറുപടി ഒരു ഡിപ്ലോമാറ്റിക് റെസ്പോൺസ് ആയിരുന്നു, നയതന്ത്രപരമായ റെസ്പോൺസ് ആയിരുന്നു. ഇന്ത്യക്ക് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അവർ ശ്രമിച്ചേനെ. എന്നാൽ താല്പര്യമില്ല എന്നറിഞ്ഞുകൊണ്ട് കുഴപ്പമില്ല, ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിയതാണ് എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. എന്തായാലും സെപ്റ്റംബർ 1955 പാർലമെന്റിൽ ഇതേ ചോദ്യം ഉന്നയിക്കപ്പെട്ടു. നമുക്ക് സ്ഥിരാംഗത്വം റഷ്യ അല്ലെങ്കിൽ USSR വാഗ്ദാനം ചെയ്തിരുന്നു എന്ന ചോദ്യം ഉന്നയിക്കപ്പെട്ടപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് നെഹ്റു മറുപടി നൽകിയത്. ഇത് പുറത്തുനിന്ന് നോക്കുമ്പോൾ തെറ്റാണ് അല്ലെങ്കിൽ കള്ളമാണെന്ന് നിങ്ങൾക്ക് തോന്നാം, പക്ഷെ അതിൽ ഒരു യാഥാർത്ഥ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ബൈലാറ്ററൽ ടോക്സ്, നമ്മൾ റഷ്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയും തമ്മിലുള്ള സംസാരത്തിനിടയിൽ മാത്രമാണ് ഇങ്ങനൊരു കാര്യം ഉയർന്നു വന്നത്. ഇന്ത്യയെ രക്ഷാസമിതി അംഗമാക്കാൻ 6ാമത്തെ അംഗമാക്കാം എന്നുള്ളൊരു ഓഫർ വന്നത്. അല്ലാതെ ഒഫീഷ്യലായിട്ട് എഴുത്തുകുത്തുകൾ ഒന്നും നടന്നിട്ടില്ല. ഒഫീഷ്യലായിട്ട് ഒരു കറസ്പോണ്ടൻസും ഇതിൻ്റെ പേരിൽ നടന്നിട്ടില്ല. അതുപോലെ തന്നെ രക്ഷാസമിതിയിലെ അംഗങ്ങൾ തമ്മിലും ഇങ്ങനൊരു ചർച്ച നടക്കുകയോ ഇങ്ങനൊരു ഓഫർ, ഇങ്ങനൊരു വാഗ്ദാനം ഉയർന്നു വരികയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഒഫീഷ്യലി ഒരു കറസ്പോണ്ടൻസും വരാതിരുന്ന സ്ഥിതിക്ക് നെഹ്റു പറഞ്ഞത് സത്യമാണ്, അങ്ങനൊരു വാഗ്ദാനം ഉണ്ടായിട്ടില്ല. അതല്ല റഷ്യൻ പ്രധാനമന്ത്രി പറഞ്ഞത് കണക്കിലെടുത്താൽ അങ്ങനെ ഒരു വാഗ്ദാനം ഉണ്ടായിട്ടുണ്ട് താനും. അപ്പോൾ നമ്മൾ ഈ കണ്ടീഷൻസും ഓഫേഴ്സും എല്ലാം അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ 2 തവണ വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നു രക്ഷാസമിതി അംഗത്വം. അതിൽ ആദ്യത്തെ തവണ അമേരിക്ക തന്ന വാഗ്ദാനം വെറും വാഗ്ദാനമായിരുന്നു. അതിൽ സത്യസന്ധത എന്നൊന്നില്ലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അവർക്ക് ചൈനയെ മാറ്റി ഇന്ത്യയെ പ്രതിഷ്ഠിക്കാൻ സാധിക്കില്ലായിരുന്നു. അയൽക്കാർ തമ്മിൽ ഒരു റിഫ്റ്റ്, ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. 2ാമത്തെ തവണ സോവിയറ്റ് യൂണിയൻ തന്നത് സത്യസന്ധമായ ഒരു ഓഫർ തന്നെ ആയിരിക്കണം. കാരണം അവർ
ഇന്ത്യയിൽ നിന്ന് ഒരു സപ്പോർട്ട് പ്രതീക്ഷിച്ചിരുന്നു. ഇന്ത്യ ചേരിചേരാ നയങ്ങളുടെ നേതാവായിരുന്നു അന്ന്. അപ്പോൾ എതിർകക്ഷി, അതായത് റഷ്യയുടെ എതിർപക്ഷത്തുള്ള അമേരിക്കയ്ക്ക് ഫ്രാൻസിൽ നിന്നും UK നിന്നും എപ്പോഴും സപ്പോർട്ട് കിട്ടുമായിരുന്നു രക്ഷാസമിതിയിൽ. അതേപോലെ റഷ്യയെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലായിരുന്നു. ചൈന പോലും പലപ്പോഴും പിന്തുണച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം. അപ്പോൾ ഇന്ത്യയെ കൂടെ അതിനകത്ത് ചേർത്ത് ഇന്ത്യയെ കൊണ്ടുവന്ന രാജ്യമെന്ന നിലയിൽ USSRന് ഇന്ത്യയിൽ നിന്നുള്ള സപ്പോർട്ട് കിട്ടുമെന്ന് റഷ്യ അല്ലെങ്കിൽ USSR ധരിച്ചിരുന്നിരിക്കണം. അതുകൊണ്ടായിരിക്കണം രണ്ടാമത് ഓഫർ തന്നത് 6ാമത്തെ അംഗരാജ്യമായിട്ട് ഇന്ത്യയെ ചേർക്കാമെന്ന്. ഇതാണ് ഇന്ത്യയുടെ UN രക്ഷാസമിതി അംഗത്വത്തിൻ്റെ സത്യാവസ്ഥ. 2 തവണ ഓഫർ വന്നിരുന്നു. പക്ഷേ 2 തവണ സ്വീകരിച്ചിരുന്നെങ്കിലും അത് യാഥാർത്ഥ്യമാകാനുള്ള സാധ്യത ഒട്ടുമേ ഇല്ലായിരുന്നു. കാരണം ആരെങ്കിലുമൊക്കെ അത് വീറ്റോ ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്. UN അസംബ്ലിന്, ജനറൽ അസംബ്ലിയിൽ 3/2 ഭൂരിപക്ഷം നേടുക എന്നൊരു കടമ്പയുണ്ട്. UN ചാർട്ടർ അമെൻഡ് ചെയ്യുന്നത് അത്ര വലിയ പ്രശ്നമല്ലായിരിക്കാം. പക്ഷേ അവിടെയൊക്കെ കടമ്പകൾ വളരെയധികമാണ്. അന്നത്തെ കാലത്ത് അത് പോസിബിലിറ്റി അല്ലായിരുന്നു. ഇന്നും അത് പോസിബിലിറ്റി ആകാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇങ്ങനൊരു ഇങ്ങനൊരു ചർച്ച വന്നാൽ അതിനെ ചൈന തന്നെ വീറ്റോ ചെയ്യും. ഹിസ്റ്ററി ഈസ് മോസ്റ്റ്ലി ഗസിങ്, ദ റെസ്റ്റ് ഈസ് പ്രെജുഡൈസ്. ചരിത്രം എന്നത് പലപ്പോഴും ഊഹാപോഹങ്ങളിൽ അധിഷ്ഠിതമാണ്. ബാക്കിയുള്ളത് മുൻവിധിയോടുള്ള ചില കണ്ടെത്തലുകൾ മാത്രമാണ്. ഈ മുൻവിധിയോടുള്ള കണ്ടെത്തലുകൾ ഉണ്ടല്ലോ, അതാണ് ഇവിടുത്തെ പ്രശ്നം. ഈ UN രക്ഷാസമിതി അംഗത്വത്തിൻ്റെ കാര്യത്തിലും പലരും മുൻവിധിയോടുകൂടി തങ്ങളുടെ രാഷ്ട്രീയ